എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കീം 2025 ബിഫാം അല്ലെങ്കിൽ ഫാർമസി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് www.ce.kerala.gov.in/keem2025/ എന്നുള്ള പേജിലൂടെയോ അല്ലെങ്കിൽ ce.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം കീം 2025 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തോ ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. ഈ ഒരു പേജിൽ പ്രവേശിച്ച ശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അലോട്ട്മെൻറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് എന്നുള്ളതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റ് ലിസ്റ്റിൻ്റെ പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ ഈ ഒരു അലോട്ട്മെൻറ്റ് ലിസ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് വെയിറ്റ് ചെയ്യുക. അതായത് ജസ്റ്റ് ആ ഒരു പേജ് ലോഡ് ചെയ്യാനായിട്ട് കുറച്ച് ടൈം ചില സമയങ്ങളിൽ എടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ആ ഒരു അലോട്ട്മെൻറ്റ് ലിസ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് ലിസ്റ്റിൻ്റെ ആ ഒരു പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ബിഫാം എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. ബിഫാം എന്നുള്ള ഭാഗത്ത് ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ഇതുപോലെയാണ് കാണാൻ പറ്റുക. അങ്ങനെയെങ്കിൽ ബിഫാം എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തേർഡ് ഫേസ് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു PDF നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് അതായത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് വരുന്നതാണ്. ഗൂഗിൾ ക്രോം ബ്രൗസറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് നേരിട്ട് ഓപ്പൺ ആയിട്ട് വരികയാണ് ചെയ്യുക. അതേസമയം മറ്റേതെങ്കിലും ബ്രൗസറാണ് ഓപ്പൺ അതായത് ആ ഒരു മറ്റേതെങ്കിലും ബ്രൗസർ വഴിയാണ് നിങ്ങൾ ഈ ഒരു അലോട്ട്മെൻറ്റ് പരിശോധിക്കുന്നതെങ്കിൽ PDF ഡൗൺലോഡ് ചെയ്യാനായിട്ടാണ് വരിക. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു PDF ഇതേ രീതിയിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഡൗൺലോഡ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഡൗൺലോഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതിൽ ആ ഒരു ലിസ്റ്റിൽ നിങ്ങളുടെ പേരല്ല ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും ഉണ്ടാവുക നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള കോളേജ് ഏതാണ്, അതുപോലെ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ തന്നെ കോഴ്സ് എന്ന് പറയുമ്പോൾ ബിഫാം ആണ്, അതുപോലെ തന്നെ അലോട്ടഡ് കാറ്റഗറി ഏതാണ്, അതുപോലെ തന്നെ നിങ്ങളുടെ കാസ്റ്റ് കാറ്റഗറി ഏതാണ്, ഇതുപോലുള്ള ഡീറ്റെയിൽസൊക്കെ കൃത്യമായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫയൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെയാണ് കാണാൻ പറ്റുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കീം 2025 അലോട്ട്മെൻറ്റ് ടു ബിഫാം കോഴ്സ് തേർഡ് ഫേസ് അലോട്ട്മെൻറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾ കാണാം സീരിയൽ നമ്പർ, ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ റാങ്ക്, കോളേജ് അതായത് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജ് ഏതാണ്, കോഴ്സ് ഏതാണ്, അലോട്ടഡ് കാറ്റഗറി ഏതാണ്, അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ കാൻഡിഡേറ്റിൻ്റെ കാറ്റഗറി നിങ്ങളുടെ കാസ്റ്റ് കാറ്റഗറി ഏതാണ്, റിമാർക്സ് എന്താണെന്ന് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ അലോട്ടഡ് കാറ്റഗറി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏത് കാറ്റഗറി സീറ്റിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് സെയിം കോളേജിൽ തന്നെ മറ്റൊരു കാറ്റഗറിയിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ കോളേജിൽ പോയിട്ട് വീണ്ടും നിങ്ങളുടെ അഡ്മിഷൻ പുതുക്കേണ്ടതാണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് കോളേജിൽ അന്വേഷിച്ച ശേഷം മാത്രം അത് ചെയ്താൽ മതി. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇവിടെ അഡ്മിറ്റഡ് സീറ്റ് റീറ്റൈൻഡ് എന്ന് വെച്ചാൽ നിങ്ങൾ നേരത്തെയുള്ള സീറ്റ് അവിടെ നിലനിർത്തി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ അലോട്ടഡ് സ്പേസ് എന്ന് വെച്ചാൽ ചില സമയങ്ങളിൽ നിങ്ങൾക്ക് കാറ്റഗറി മാറിയിട്ടുണ്ടാകും. അതായത് അലോട്ടഡ് കാറ്റഗറി മാറിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ ആദ്യമായിട്ടായിരിക്കും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നേരത്തെ അലോട്ട്മെൻറ്റ് ലഭിച്ച അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച കാറ്റഗറി മാറിയിട്ടുണ്ട് എങ്കിൽ വിദ്യാർത്ഥികൾ കോളേജിൽ പോയിട്ട് നിങ്ങളുടെ അഡ്മിഷൻ വീണ്ടും ആ ഒരു പുതിയതായിട്ട് ഏത് കാറ്റഗറിയിലേക്കാണ് മാറിയിട്ടുള്ളത് അതിലേക്ക് നിങ്ങൾ വീണ്ടും പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം പറയാം. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു പേജിൽ അതായത് ഓപ്പൺ ചെയ്ത ശേഷം അതായത് അലോട്ട്മെൻറ്റ് ലിസ്റ്റിൻ്റെ ആ ഒരു പേജിൽ നിന്നും ജസ്റ്റ് ഹോം പേജിലേക്ക് പോവുക. അതിനുശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇവിടെ നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ അവിടെ കുറച്ച് നമ്പേഴ്സ് കാണാം, അതാണ് ആക്സസ് കോഡ്. അത് കറക്റ്റായിട്ട് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈൽ പേജിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതായത് അലോട്ട്മെൻറ്റ് മെമോ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും, അതുപോലെ ഡാറ്റ ഷീറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ അലോട്ട്മെൻറ്റ് മെമോയും ഡാറ്റ ഷീറ്റും വിദ്യാർത്ഥികൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ഒരു 3 കോപ്പി എക്സ്ട്രാ നിങ്ങളുടെ കയ്യിൽ എടുത്തു വെക്കുക. കാരണം ഭാവിയിൽ വല്ല സ്കോളർഷിപ്പോ മറ്റോ അതിന് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു അലോട്ട്മെൻറ്റ് മെമോയും ഡാറ്റ ഷീറ്റും ആവശ്യമായിട്ട് വരും. ഇപ്പോൾ ലഭിക്കുന്ന ഡാറ്റ ഷീറ്റും അലോട്ട്മെൻറ്റ് മെമോയും പിന്നീട് വിദ്യാർത്ഥികൾക്ക് കിട്ടുന്നതല്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിൽ ചിലപ്പോൾ ഡാറ്റ ഷീറ്റോ അലോട്ട്മെൻറ്റ് മെമോയോ വന്നിട്ടുണ്ടാവില്ല. അങ്ങനെയെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നാളെ രാവിലെ ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമോയും ഡാറ്റ ഷീറ്റും അവിടെ വന്നതായിട്ട് കാണാനായിട്ട് പറ്റുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു അലോട്ട്മെൻറ്റ് മെമോയിൽ നിങ്ങൾക്ക് എത്ര രൂപയാണ് ഫീസ് പ്രവേശന പരീക്ഷ കമ്മീഷണറുടെ പേരിൽ അടക്കേണ്ടത്, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു കോളേജിൽ എത്ര രൂപയാണ് ഫീസ് അടക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് കൃത്യമായിട്ട് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ വിദ്യാർത്ഥികൾ എത്ര രൂപയാണ് ടോട്ടലായിട്ട് അടക്കേണ്ടത് എന്നുള്ള കാര്യം പറയാം. അപ്പോൾ വിദ്യാർത്ഥികൾ ടോട്ടലായിട്ട് അടക്കേണ്ട ഫീസ് എന്ന് പറയുമ്പോൾ ഏകദേശം അതായത് നിങ്ങൾ ഈ ഒരു ഗവൺമെൻറ് കോളേജ് ആണെങ്കിൽ 15,000 രൂപയാണ് അടക്കേണ്ടത്. അതായത് 15,000 രൂപയാണ് വിദ്യാർത്ഥികൾ അടക്കേണ്ടത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സെൽഫ് ഫിനാൻസ് കോളേജ് ആണെങ്കിൽ വിദ്യാർത്ഥികൾ 1,56,000 രൂപയാണ് വിദ്യാർത്ഥികൾ അടക്കേണ്ടതായിട്ടുള്ളത്.
ഇനി വിദ്യാർത്ഥികൾക്കുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ വിജ്ഞാപനം കൊടുത്തിട്ടുണ്ട്. കീം 2025 ഫാർമസി കോഴ്സിലേക്കുള്ള മൂന്നാം ഘട്ട കേന്ദ്രീകൃത അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. 2025 ഫാർമസി കോഴ്സിലേക്കുള്ള മൂന്നാം ഘട്ട കേന്ദ്രീകൃത അലോട്ട്മെൻറ്റ് www.ce.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. ഈ ഒരു ഘട്ടത്തിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ 23/9/2025 വൈകുന്നേരം 3 മണിക്ക് മുമ്പായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജുകളിൽ അഡ്മിഷൻ നേടേണ്ടതാണ്. അലോട്ട്മെൻറ്റ് സംബന്ധിച്ചുള്ള വിവരങ്ങൾ വിദ്യാർത്ഥികളുടെ ഹോം പേജിൽ ലഭ്യമാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഹോം പേജിൽ നിന്നും ഈ ഒരു ഘട്ടത്തിലെ അലോട്ട്മെൻറ്റ് മെമ്മോയുടെ പ്രിൻ്റ് ഔട്ട് എടുക്കേണ്ടതാണ്. അലോട്ട്മെൻറ്റ് മെമ്മോയുടെ പകർപ്പ് വിദ്യാർത്ഥികൾ പിന്നീടുള്ള ആവശ്യങ്ങൾക്കായിട്ട് സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അവരുടെ ഹോം പേജിലെ ഡാറ്റാ ഷീറ്റ് എന്നുള്ള മെനു ഐറ്റത്തിൽ ക്ലിക്ക് ചെയ്ത് ഡാറ്റാ ഷീറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. പ്രവേശനം നേടുന്ന സമയത്ത് ഡാറ്റാ ഷീറ്റ്, അലോട്ട്മെൻറ്റ് മെമ്മോ എന്നിവയും പ്രോസ്പെക്ടസ് ക്ലോസ് 11.7.1 പ്രകാരം പറഞ്ഞിരിക്കുന്ന ബാധകമായിട്ടുള്ള രേഖകളും കോളേജ് അധികാരികൾക്ക് മുന്നിൽ ഹാജരാക്കേണ്ടതാണ്. വിദ്യാർത്ഥിയുടെ പേര്, റോൾ നമ്പർ, അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജ്, അലോട്ട്മെൻറ്റ് ലഭിച്ച കാറ്റഗറി, ഫീസ് സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്നിവ വിദ്യാർത്ഥിയുടെ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ കാണിച്ചിട്ടുള്ളതും പ്രവേശന പരീക്ഷ കമ്മീഷണർക്ക് അടക്കേണ്ടതുമായിട്ടുള്ള ഫീസ് ബാധകമാണെങ്കിൽ 23/9/2025 ഉച്ചയ്ക്ക് 2 മണിക്കൂറിൽ ഓൺലൈൻ പേയ്മെൻറ്റ് മുഖാന്തരം അടച്ച ശേഷം 23/9/2025 വൈകുന്നേരം 3 മണിക്കൂറിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ അഡ്മിഷൻ നേടേണ്ടതാണ്. നിശ്ചിത സമയത്തിനുള്ളിൽ ഫീസ് അല്ലെങ്കിൽ അധിക തുക ബാധകമാണെങ്കിൽ അതടച്ച് കോളേജിൽ അഡ്മിഷൻ നേടാത്ത വിദ്യാർത്ഥികളുടെ അലോട്ട്മെൻറ്റ് റദ്ദ് ചെയ്യുന്നതായിരിക്കും. നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികളും അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള കോളേജുകളിൽ ഈ ഒരു സെപ്റ്റംബർ 23 വൈകുന്നേരം 3 മണിക്കൂറിൽ അഡ്മിഷൻ നേടേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് പ്രവേശനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.